പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. കൃത്യമായിട്ടൊക്കെ നിസ്കരിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകൾ. പക്ഷേ ആ കൃത്യമായി നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ നിസ്കാരത്തിന്റെ പൂർണ്ണമായ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, നിങ്ങൾ 7 ജീവികൾ ചെയ്യുന്നത് പോലെ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ നിസ്കാരം സ്വീകരിക്കില്ല, അള്ളാഹുവിന്റെ കോപമുണ്ടാകും, നാശമുണ്ടാകും. അതുപോലെ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര കാര്യം? 9 കാര്യങ്ങൾ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അറിഞ്ഞും അറിയാതെയൊക്കെ ചെയ്തു പോകുന്നതാണ്. ഏതായാലും നമ്മൾ നിസ്കരിക്കുന്നു, നിസ്കാരം അള്ളാഹു സ്വീകരിക്കണ്ടേ, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. ഏതൊക്കെ കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅത്ബാഇ അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാഭാരതിയായ പടച്ച റബ്ബ് നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ അനവധി ആളുകൾ രോഗികളായി കഴിയുന്നു. അതുപോലെ തന്നെ പലരും ഹോസ്പിറ്റലിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പലരുടെയും വീടുപണി നടക്കുന്നു, അത് എളുപ്പമാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർ. അതുപോലെ പല സഹോദരന്മാരും ഗർഭിണികളാണ്, സുഖപ്രസവം ഉണ്ടാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവർ. പലരും കുടുംബത്തിൽ പ്രശ്നങ്ങളാണ്, സങ്കടങ്ങൾ, അങ്ങനെ അനവധി പ്രയാസ പ്രശ്നങ്ങൾ പറഞ്ഞ് ദുആ വസിയ്യത്ത് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ വീഡിയോകളുടെ താഴെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു, എല്ലാവരുടെയും എല്ലാ പ്രയാസ പ്രശ്നങ്ങളും അല്ലാഹു തആല മാറ്റിക്കൊടുക്കുമാറാവട്ടെ. നമുക്ക് അല്ലാഹു തആല മരിക്കുന്ന സമയം വരെ നമസ്കാരം നിലനിർത്തി കൊണ്ടുപോകാനുള്ള മഹാസൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിസ്കാരം നമുക്കറിയാമല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നേരിട്ട് കൊടുത്ത സമ്മാനമാണ് നിസ്കാരം. നമ്മളിപ്പോ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, നമ്മുടെ അതുപോലെ ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, ദിക്ർ ഔറാദുകളൊക്കെ നമ്മൾ പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. നിസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റ് ഇബാദത്തുകളെ അപേക്ഷിച്ച് ഒരു വെറൈറ്റി ഇബാദത്താണ്. കാരണം അള്ളാഹു നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്ത ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത്. നബി തങ്ങൾക്ക് ഒരു സമ്മാനമായിട്ട് കൊടുത്തതാണ്, ഒരു സമ്മാനമാണ്. അപ്പൊ നമസ്കാരം എന്ന് പറഞ്ഞാൽ അത് സാവകാശം, സമാധാനത്തിൽ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു ഇബാദത്താണ് നിസ്കാരം എന്ന് പറയുന്നത്. ഇന്നിപ്പോ ഞാൻ ഉൾപ്പെടെ നമ്മളിൽ പലരും ഒക്കെ നിസ്കരിക്കുന്നത് പല രൂപത്തിലും കോലത്തിലുമൊക്കെയാണ്. നമ്മൾ പല കാര്യങ്ങളും മറന്നുപോയി അത് ഓർമ്മിക്കുന്നത് നിസ്കാരത്തിലാണ്. നിസ്കാരത്തിന് കൈ കെട്ടിയാൽ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരും, പല ചിന്തകളും. ഒരുപാട് പേര് പറയുന്ന പരാതിയാണ്, നിസ്കരിക്കാൻ നിന്നാൽ പല ഓർമ്മയാണ്, പല ചിന്തയാണ്, നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല എന്നൊക്കെ പലരും പരാതി പറയാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പരാതികൾക്ക് പരിഹാരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ വുദൂ നന്നാക്കുക. വുദൂ നന്നാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ കയറിയാൽ നമ്മുടെ നമസ്കാരത്തിന് ഒരു ഖുശൂഉം ഖുദൂഉം ഒക്കെ ഉണ്ടാകുമെന്നാണ്. വുദൂ നല്ലത് രൂപത്തിൽ എടുക്കുക, അവയവങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഈ വുദൂ എടുക്കുമ്പോൾ ഈ നമ്മുടെ കൈമുട്ടുണ്ടല്ലോ, ഈ ഭാഗമൊക്കെ നല്ലതുപോലെ നനയണം. ചിലക്കാർ ഇങ്ങനെ കഴുകും, ഇവിടെ നനയൂല, അങ്ങനെയല്ല, കൈമുട്ട് ഉൾപ്പെടെ കഴുകണം. പിന്നെ നമ്മൾ മുഖം കഴുകുമ്പോൾ നമ്മുടെ ഈ ചെവിക്കുറ്റി, അതുപോലെ തന്നെ ഈ താടിയുടെ താഴ്ഭാഗം അവിടെയൊക്കെ നല്ലപോലെ കഴുകുക. പിന്നെ കാല് കഴുകുമ്പോൾ കാലിന്റെ പിറകുഭാഗം നല്ലപോലെ കഴുകണം. അപ്പൊ വുദൂ എടുക്കുമ്പോൾ അതിന്റെ വുദൂവിന്റെ ഷർത്തും ഫർളും സുന്നത്തും ആദാബും ഒക്കെ പാലിച്ചിട്ട് നമ്മൾ വുദൂ എടുത്താൽ നമ്മുടെ വുദൂ ശരിയാകും. വുദൂ ശരിയായാൽ പിന്നെ എന്ത് ചെയ്യും? നമുക്ക് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നതാണ്. അപ്പൊ പല രൂപത്തിലാണ് പലരും നിസ്കരിക്കാറുള്ളത്. നിസ്കാരം എന്ന് പറഞ്ഞാൽ അസ്വലാത്തു മുനാജാത്തുൻ ഇലല്ലാഹി തആല, അല്ലാഹു തആലയിലേക്കുള്ള ഒരു അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു മന്ത്രിയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഒരു MLA MP ഒക്കെ മുമ്പിൽ നമ്മുടെ ഒരു വീടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ചെന്നാൽ നമ്മൾ എങ്ങനെ സംസാരിക്കും? വളരെ ഭവ്യതയോടുകൂടി സംസാരിക്കും, അല്ലെ? അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നോക്കുന്ന കാര്യം അങ്ങനെയൊന്നുമില്ല. വളരെ ശ്രദ്ധയോടുകൂടി മന്ത്രിയുടെ അടുക്കൽ വളരെ വിനയത്തോടുകൂടി നിന്നാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുക. എന്നാൽ അള്ളാഹു ആകുന്ന യജമാനന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ രൂപത്തിൽ നിൽക്കും. വലിയ സൂക്ഷ്മതയോടെ, തഖ്വയോടെ, വലിയ ഭക്തിയോടുകൂടി നിൽക്കണം. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവ്വലുമാ യുഹാസബു ഫീ യൗമിൽ ഖിയാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ കാണാം, ആഖിറത്തിൽ ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യം നിസ്കാരം. പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരൊക്കെ നിസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ. കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സ്വഹാബിമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്നത്, സ്വഹാബിമാരൊക്കെ വെട്ടിയിട്ട മരത്തെ പോലെ ആയിരുന്നു എന്നാണ്. നിസ്കരിക്കാൻ കൈ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വെട്ടിയിട്ട മരം പോലെയാണ്, അനങ്ങൂല എന്നാണ്. അനക്കുണ്ടാവൂല, അങ്ങനെ തന്നെ നിൽക്കും. പല സ്വഹാബിമാരും നിസ്കരിക്കുമ്പോൾ തലയിൽ കിളികൾ വന്നിരിക്കുമെന്ന്. കാരണം എന്താണ്? അനക്കമില്ല,
അനക്കമില്ലാതെ ഇങ്ങനെ അവര് കിളികളോർക്കും ഏതോ മരത്തടിയാണ്, ആ രൂപത്തിലായിരുന്നു അവരൊക്കെ നിസ്കരിക്കാൻ നിന്നിരുന്നത്. നമ്മളൊക്കെ ആണെങ്കിലോ ചെറിയൊരു അനക്കം അല്ലെ, ചെറിയൊരു അനക്കം ഇല്ലാത്തവരുടെ നിസ്കാരമുണ്ട്. നമ്മൾ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ കൈയൊക്കെ ഇങ്ങനെ ആക്കും, പിന്നെ തൊപ്പിയൊക്കെ ചിലപ്പോൾ നേരെയാക്കും അല്ലെ, ഷോളൊക്കെ ഇട്ടിട്ട് ഷാളൊക്കെ ഇങ്ങനെ ആക്കും. പിന്നെ ചില ആൾക്കാർ കൈയൊക്കെ തെറുത്ത് വെക്കും നിസ്കാരത്തിൽ. ഉമ്മമാരാണെങ്കിൽ ഒന്നുകൂടി തട്ടമൊക്കെ ഒന്ന് കൈയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉഷാറാക്കും. ഇങ്ങനെ പലരും പല രൂപത്തിലൊക്കെയാണ് നിസ്കാരത്തിൽ ശ്രദ്ധിച്ചത്. ചില ആൾക്കാർ ഈ കയ്യിൽ വാച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ വാച്ചൊക്കെ ഒന്ന് നേരെയാക്കും. അങ്ങനെ പല രൂപത്തിലാണ് നിസ്കരിക്കുന്നത്. ഫവൈലുൽ ലിൽ മുസല്ലീൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. നിസ്കരിക്കുന്നവർക്ക് നാശമാണ്. നിസ്കരിക്കും എങ്ങനെയുള്ള നിസ്കാരക്കാരാണ്? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അശ്രദ്ധമായി നിസ്കരിക്കുന്നവരാണ്. മഹാന്മാര് പറയുന്നു, ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുന്നു. ഉപ്പമാരെ പ്രത്യേകം ശ്രദ്ധിക്കണേ. 7 ജീവികളുടെ സ്വഭാവം പോലെ നമ്മൾ നിസ്കരിക്കാൻ പാടില്ല. 7 ജീവികളെ പോലെയാണ് നമ്മൾ നിസ്കരിക്കുന്നതെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവൂല. അതൊരു കാര്യം മാത്രമല്ല, നമ്മൾ ശാപം കിട്ടുന്നവരിൽ പെട്ടുപോകും. അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടൂല, അള്ളാഹുവിന്റെ ദേഷ്യമായിരിക്കും കിട്ടുക. 7 രൂപത്തിൽ, അതായത് 7 ജീവികളെ പോലെ നിസ്കരിക്കാൻ പാടില്ല. ഒന്നാമത്തെ ജീവി എന്ന് പറഞ്ഞാൽ ഖുറാബാണ്. ഖുറാബ്, അതുപോലെ തന്നെ ദീക്ക്. ഖുറാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കാക്ക, ദീക്ക് എന്ന് പറഞ്ഞാൽ കോഴി. ഈ കോഴിയുടെയും ഈ കാക്കയുടെയും ഒരു പ്രത്യേകതയാണ്, അവകൾ ഭക്ഷണം കഴിക്കുന്നത് വേഗത്തിലാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കുന്ന വേഗത്തിൽ. ഇപ്പോ ആട് അല്ലെങ്കിൽ എന്താണ് പൂച്ച, അതൊക്കെ ഇപ്പൊ എന്തെങ്കിലും വായിൽ വെച്ചാൽ അതിങ്ങനെ സാവകാശം ഇങ്ങനെ ചവക്കും. പക്ഷെ ഈ കോഴീനെയും അതുപോലെ തന്നെ കാക്കയൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എന്തെങ്കിലും നമ്മൾ അരിമണി ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കൊത്തും. ഇങ്ങനെ അല്ലെ, ഇങ്ങനെ കൊത്തി എടുക്കും. ഒരു വിശ്രമമില്ലാതെ ഇങ്ങനെ അരിയൊക്കെ വിതറി കൊടുത്താൽ കോഴിയൊക്കെ വന്നാൽ ഇങ്ങനെ കൊത്തും. കാക്കയാണെങ്കിൽ അങ്ങനെ സ്പീഡിലാണ് കൊത്തി അപ്പൊ തന്നെ ഇറക്കുകയാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ നിസ്കരിക്കുന്നവർ കോഴി കൊത്തുന്നത് പോലെ, കാക്ക കൊത്തുന്നത് പോലെ നിസ്കരിക്കാൻ പാടില്ല. അതെങ്ങനെയാ ഉസ്താദേ? അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ റുകൂഅ്, നമ്മുടെ സുജൂദ് ഒരിക്കലും വേഗത്തിലാവാൻ പാടില്ല. ചില ആൾക്കാർ നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറയും, ഇങ്ങനെ സ്പീഡ്. കസേരയിൽ ഇരുന്ന് നിസ്കരിക്കുന്ന ചില, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് ഞാൻ തിരുത്തി കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ പള്ളിയിലൊക്കെ വന്ന് നിസ്കരിക്കുമ്പോൾ എന്തൊരു സ്പീഡ്, ഇങ്ങനെ. നിസ്കാരത്തിൽ അനക്കമടങ്ങണം. ഓരോ ഫർദിലും അനക്കമടങ്ങണം, ഇല്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. ഇതിന് സ്പീഡിൽ നിസ്കരിച്ചു പോകും. അങ്ങനെയുള്ളവരുടെ നിസ്കാരവും ശരിയാവൂല. മാത്രമല്ല, അങ്ങനെയുള്ളവരുടെ നിസ്കാരം ശാപത്തിന്റെ നിസ്കാരമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഇങ്ങനെ കോഴി കൊത്തുന്നത് പോലെയുള്ള നിസ്കാരം, റുക്കൂഇൽ പെട്ടെന്ന് റുക്കൂയിൽ പോവുക, പെട്ടെന്ന് എണീക്കുക, സുജൂദ് പെട്ടെന്ന്, അങ്ങനെ ഇടയിൽ ഇരുത്തം, അങ്ങനെ ചെയ്യരുത്. ഒരിക്കൽ മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു സ്വഹാബി വന്നു. ഈ സ്വഹാബി ഇങ്ങനെ സ്പീഡ് എന്തോ തിരക്കുണ്ട് മൂപ്പർക്ക്, അതുകൊണ്ട് മൂപ്പര് സ്പീഡിൽ നിസ്കരിക്കുവാൻ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലാ യതിമു സുജൂദഹാ വലാ റുകൂഅഹാ, അയാളുടെ നിസ്കാരം ഒന്നും ശരിയാകുന്നില്ലല്ലോ, സുജൂദൊന്നും പൂർത്തിയാകുന്നില്ലല്ലോ, റുകൂഅൊന്നും പൂർത്തിയാകുന്നില്ലല്ലോ. അന്ന് നബി തങ്ങൾ പറഞ്ഞു, അദ്ദേഹം മടക്കി നിസ്കരിച്ചു എന്നാണ്. കാക്ക കൊത്തുന്നത് പോലെ, കോഴി കൊത്തുന്നത് പോലെ, വേസ്റ്റുകൾ എടുക്കുന്നത് പോലെ പെട്ടെന്ന് നിസ്കരിക്കരുത്. അതെന്താണ്? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും ശാപം വിളിച്ചു വരുത്തും, നമ്മുടെ നിസ്കാരം ശരിയാവൂല. അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തെ ജീവി ഏതൊക്കെയാണ്? കാക്ക, കോഴി. ഇനി മൂന്നാമത്തെ ജീവി എന്ന് പറഞ്ഞാൽ ഒട്ടകമാണ്, ഇബില്. അതായത് ഒട്ടകം ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കരുത്. ഇദാ സജദ അഹദുകും ഫലാ യുബ്റകു കമാ യുബ്റകുൽ ബഈർ, ഒട്ടകം ഇരിക്കുന്നത് പോലെ നിങ്ങൾ സുജൂദിൽ ഇരിക്കരുത്, അല്ലെങ്കിൽ സുജൂദിൽ കിടക്കരുത്. അതായത് ഒട്ടകം ഇരിക്കുന്നതിനും, അതായത് ഇപ്പോ ഞാൻ പറഞ്ഞുതരാം, ചിലപ്പോൾ ഈ കാലിനൊക്കെ വേദനയുള്ള ആളുകളായിരിക്കാം, എന്നാൽ അവർക്ക് ചെറിയ ഇളവുണ്ട്. എന്നാലും പ്രത്യേകം ശ്രദ്ധിക്കുക. പലരുമൊക്കെ നമ്മൾ കൈകെട്ടി ഫാത്തിഹയൊക്കെ ഓതി നമ്മൾ റുക്കൂഇലേക്ക് പോയി, അത് കഴിഞ്ഞ് പിന്നെ ഇഅ്തിദാലിലേക്ക് വന്നു, പിന്നെ നമ്മൾ അടുത്തത് സുജൂദിലേക്ക് പോകലാണ്. അതായത് ചില ആൾക്കാർ ഈ ഇഅ്തിദാലിൽ നിന്നും സുജൂദിലേക്ക് പോകുന്നത് എങ്ങനെയാണ്, സത്യത്തിൽ പോവേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ 2 കാൽമുട്ടുകൾ ഉണ്ടല്ലോ, ആ കാൽമുട്ടുകൾ ആദ്യം തറയിൽ വെക്കണം, എന്നിട്ടാണ് നമ്മുടെ കൈകൾ വെക്കേണ്ടത്. ചില ആൾക്കാർ ഈ ഇഅ്തിദാലിൽ നിന്നും നേരെ പോകുന്നു, കൈ രണ്ടും ആദ്യം കുത്തും, എന്നിട്ടാണ് കാല് കുത്തുക. അങ്ങനെ ചെയ്യരുത്. ആദ്യം നമ്മുടെ 2 കാൽമുട്ടാണ് തറയിൽ വെക്കേണ്ടത്, എന്നിട്ടാണ് നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ പിന്നെ സുജൂദ് ചെയ്യേണ്ടത്. അപ്പോൾ ഒട്ടകം ആദ്യം എന്ത് ചെയ്യും? ഒട്ടകത്തിന്റെ ആദ്യം മുമ്പിലുള്ള 2 കൈകൾ അതാണ് ആദ്യം കുത്തുക, എന്നിട്ടാണ് പുറകിലുള്ള 2 കാല് കുത്തുക. അങ്ങനെ ചെയ്യരുത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ 2 കാലുമുട്ടുകൾ തറയിൽ വെച്ചിട്ട് വേണം നമ്മൾ സുജൂദിലേക്ക് പോവാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒട്ടകം ഇരിക്കുന്നത് പോലെ നമ്മൾ സുജൂദിലേക്ക് പോവാൻ പാടില്ല, ആ കാര്യം ശ്രദ്ധിക്കുക.
നാലാമത്തേത്, ചിലപ്പോൾ ഇനി കാലിന് വേദന, കൈക്ക് വേദനയുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്ക് ഇളവുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യാതിരിക്കലാണ് വേണ്ടത്. നാലാമത്തേത് സായിലബ്, കുറുക്കൻ. കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ നോക്കാൻ പാടില്ല എന്നാണ്. അതായത് എന്താണ്, ഈ കുറുക്കൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും സംശയമാണ്. കുറുക്കൻ എപ്പോഴും സംശയം, എന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വന്നോ, അതോ പുറകിൽ ആരെങ്കിലും ഉണ്ടോ, പുറകിൽ ആരെങ്കിലും ഉണ്ടോ, ഇപ്പോൾ വരുമോ, എന്നെ എറിയോ, അങ്ങനെയൊക്കെ എറിഞ്ഞോടിക്കോ, പുറകിൽ ആരെങ്കിലും ഉണ്ടോ, എന്നെ ഉപദ്രവിക്കോ, ഭയങ്കര ടെൻഷനാണ് കുറുക്കൻ. അപ്പോൾ ഒരിക്കലും കുറുക്കനെ പോലെ തിരിഞ്ഞു നോക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ നിസ്കാരത്തിൽ ഇങ്ങനെ നോക്കൊന്നുമില്ല, പക്ഷെ എന്നാലും ചില ആൾക്കാർ നിസ്കാരത്തിൽ തിരിഞ്ഞു നോക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കളയുന്ന ചില നോട്ടങ്ങൾ നോക്കാറുണ്ട്. ഇൽത്തിഫാത്തു കൽ ഇൽത്തിഫാത്തി സഅലബ്, ഈ കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ നോക്കാൻ പാടില്ല. അതായത് ചില കാര്യം നിസ്കരിക്കാൻ നിന്നാൽ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കും. ഇപ്പം എൻ്റെ ഇവിടെ ക്ലോക്ക് ഉണ്ട്, അപ്പോൾ ഞാൻ ഇങ്ങനെ നിസ്കരിക്കാൻ നിന്നാൽ ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കും, സമയം എത്രയായി, ഇതെന്താണ് ഉസ്താദ് പതുക്കോ, അത് സ്പീഡ് ഓതി, എന്താ പഠിച്ചോനെ ഇപ്പോൾ ട്രെയിൻ പോവോ അല്ലെങ്കിൽ ബസ് പോവോ, അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ക്ലോക്കിലേക്ക് നോക്കുക, അല്ലെങ്കിൽ വാച്ചിലേക്ക് നോക്കുക, പോക്കറ്റിൽ കൈയിടുക, അല്ലെങ്കിൽ ബട്ടൺസ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്താണ് അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ ഡ്രസ്സ് എന്താണ്, അവൻ്റെ കളർ എന്താണ്, അവൻ്റെ പാൻറ്റിൻ്റെ കളർ എന്താണ്, അതുപോലെ തന്നെ എന്താണ് പുറകിൽ നിൽക്കുന്നത് ആരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആ ജനലിൻ്റെ അതിൽ കൂടി പോയത് ആരായിരിക്കും, പിന്നെ പല്ലി ഇങ്ങനെ പോകുന്നു, അപ്പോൾ പല്ലി എങ്ങോട്ടാണ് പോകുന്നത്, പല്ലി ഇപ്പോൾ ആ പ്രാണീനെ പിടിക്കും. ഇതൊക്കെ നിസ്കാരത്തെ നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ നോക്കുവാണ്. അതുപോലെ തന്നെ ഒരു കൊതുക് വന്നിരുന്നാൽ ആ കൊതുക് ഇങ്ങനെ പോകുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു ഉറുമ്പ് പോയി, അല്ലോ ആ ഉറുമ്പ് എങ്ങോട്ടാണ് പോയത്, കാണുന്നില്ലല്ലോ പഠിച്ചോനെ, ഇനി എന്നെ കടിക്കോ, എൻ്റെ കാലിലേക്ക് കയറിയോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പല ആൾക്കാരുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഈ നാലാമത്തേത് കുറുക്കൻ തിരിഞ്ഞു നോക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അപ്പോഴങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ശ്രദ്ധ പോവൽ അതുണ്ടാവാൻ പാടില്ല. ഈ കുറുക്കൻ എന്ന് പറഞ്ഞാൽ ഏകാഗ്രത ഇല്ലാത്ത ജീവിയാണ്, എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കാൻ പാടില്ല നിസ്കാരത്തിൽ. അതുപോലെ തന്നെ അഞ്ചാമത്തേത് നായയുടെ ഇരുത്തം, നായയുടെ ഇരുത്തം ഇരിക്കാൻ പാടില്ല. ഈ നായയുടെ ഇരുത്തം എന്ന് പറഞ്ഞാൽ രണ്ട് കൈവെള്ള, നമ്മൾ സുജൂദിൽ കിടക്കുമ്പോൾ നമ്മുടെ ഏതൊക്കെ അവയവമാണ് സുജൂദിൽ നമ്മൾ കിടക്കുമ്പോൾ തറയിൽ ഉണ്ടാവേണ്ടത്? ഒന്ന് നെറ്റി ഉണ്ടാവണം, പിന്നെ നമ്മുടെ മൂക്ക് മുട്ടിക്കണം. നെറ്റിയെ ഏറ്റവും നിർബന്ധമായിട്ടും നെറ്റിത്തടം ഉണ്ടാവണം. ഇത് കണ്ടോ, ഈ സ്ഥലം കണ്ടോ, ഇതാണ് നെറ്റി എന്ന് പറഞ്ഞാൽ. ചില ആൾക്കാർ തൊപ്പി ഇങ്ങനെ ഇറക്കി വെക്കും, ഇങ്ങനെ സുജൂദ് ചെയ്യും, സുജൂദ് ശരിയാവില്ല. ചില സഹോദരിമാർ ഇങ്ങനെ തട്ടവിടും, ഇങ്ങനെ തട്ടവിടും, അത് ശരിയാവൂല. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഭാഗം വെളിവാവണം. ഇപ്പം ഞാനിപ്പോൾ പലരും ചോദിക്കും, ഉസ്താദിൻ്റെ നെറ്റി വെളിവല്ലല്ലോ, വെളിവാകുന്നില്ലല്ലോ, അപ്പം നിസ്കാരം ശരിയാണ്. ഞാൻ നിസ്കാരത്തിൽ തൊപ്പി ഇങ്ങനെ കയറ്റിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരിക്കലും നെറ്റി ഇങ്ങനെ മറച്ചു പോകും. അപ്പോൾ നെറ്റിത്തടം, അതുപോലെ മൂക്ക്, പിന്നെ നമ്മുടെ രണ്ട് കൈവെള്ളകൾ സുജൂദിൽ 1, 2, 3, 4, പിന്നെ നമ്മുടെ രണ്ട് കാൽമുട്ട്, അപ്പോൾ എത്രയാണ് 5, 6. അതുപോലെ തന്നെ നമ്മുടെ കാലിൻ്റെ കാലിൻ്റെ അടിഭാഗം, വിരലുകളുടെ അടിഭാഗം, അപ്പോൾ എത്രയായി 7, 8. അപ്പോൾ മൊത്തം 8 അവയവമുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8. 8 അവയവങ്ങൾ നമ്മൾ സുജൂദിൽ വെക്കണം. സുജൂദ് വെക്കുന്ന മൂക്ക് വെക്കൽ നിർബന്ധമൊന്നുമല്ല, ബാക്കി നെറ്റിത്തടമാണ് നിർബന്ധം, ബാക്കിയൊക്കെ സുന്നത്താണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വന്നത്, നമ്മൾ ചില ആൾക്കാർ സുജൂദ് ചെയ്യുമ്പോൾ കൈവെള്ളം മാത്രം സുജൂദിൽ വെച്ചാൽ മതി, ഇങ്ങനെ തറയിൽ വെച്ചാൽ മതി, സുജൂദിൽ തറയിൽ വെച്ചാൽ മതി. ചില ആൾക്കാർ ഇത് ഉൾപ്പെടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം, ഇത് മൊത്തവും ഇങ്ങനെ തറയിൽ കൊണ്ടുപോയി വെക്കും. ഈ പട്ടി കിടക്കുന്നത് പോലെ ഒരു കിടത്തം ഇങ്ങനെ കിടക്കും. ഒരിക്കലും സുജൂദിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നായ കിടക്കുന്നത് പോലെയാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അത് അള്ളാഹുവിന് ഇഷ്ടമല്ല, ശാപമുണ്ടാകും. ആറാമത്തേത്, കുതിരയുടെ വാല് പോലെ നിങ്ങൾ സലാം പറയുമ്പോൾ കൈ ഉയർത്തും. കുതിരയുടെ വാല് ഇങ്ങനെ ആട്ടുമ്പോൾ കുതിര വാലിങ്ങനെ പോക്കും എന്നതുപോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നമ്മൾ സലാം വിട്ടൂലേ തഹിയ്യാത്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനെ കൈ പൊക്കി കാണിക്കാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ആ കാലത്ത് അങ്ങനെ ചെയ്യുമായിരുന്നു. ഇങ്ങനെ അപ്പുറത്തിരിക്കുന്നവരെങ്കിലും സലാം പറയുമ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്ത്, കൈ ഇങ്ങനെ പൊക്കി കാണിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏഴാമത്തേത്, കുരങ്ങന്റെ ഇരുത്തം ഇരിക്കാൻ പാടില്ല. കുരങ്ങൻ ഇരിക്കുന്നത് എങ്ങനെയാണ്? പല രൂപത്തിൽ അത് ഇരിക്കാറുണ്ട്. അതിൻ്റെ പൃഷ്ഠഭാഗം, ചന്തിഭാഗം എന്ത് ചെയ്യും, തറയിൽ വെക്കും. എന്നിട്ട് രണ്ട് കാല് അത് സൈഡിലൂടെ ഇങ്ങനെ വെക്കും. അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തമുണ്ട്, രണ്ടാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന ഇരുത്തമുണ്ട്. അത് രണ്ടുമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നിസ്കാരത്തിൽ ഇരിക്കേണ്ടത്. ചില ആൾക്കാർ എങ്ങനെയാണ്, അത്തഹിയ്യാത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ പൃഷ്ഠഭാഗം, പുറകുഭാഗം തറയിൽ വെക്കും, എന്നിട്ടോ സൈഡിലൂടെ രണ്ട് കാലിങ്ങനെ വെക്കും. അങ്ങനെ ഒരിക്കലും ഇരിക്കാൻ പാടില്ല. അതെന്താണ്? അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇരുത്തമാണ്. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും.
അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് 7 ജീവികൾ. ആ 7 ജീവികൾ ചെയ്യുന്നത് പോലെ നമ്മൾ നമസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. ചെയ്താൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും പലപ്പോഴും. മാത്രമല്ല നമ്മുടെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോകും. നിസ്കാരത്തിൽ നമുക്ക് കിട്ടേണ്ട പൂർണ്ണമായ പ്രതിഫലം കിട്ടാതെ പോകും. അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകും. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ ഉപ്പമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിസ്കാരത്തിൽ നമ്മൾ ചെയ്യാൻ പാടില്ല ഈ ഞെട്ടോടിക്കുക. കേട്ടാ, ശബ്ദം കേൾക്കുക. അപ്പൊ നിസ്കാരത്തിൽ അത് ഞെട്ടൊടിക്കാൻ പാടില്ല. ഞെട്ടൊടിക്കുക എന്ന് ഞങ്ങളുടെ ഇവിടെ പറയും. വിരൽ പൊട്ടിക്കാൻ പാടില്ല. പിന്നെ എന്താ, കണ്ണടച്ച് ഇങ്ങനെ നിസ്കരിക്കേണ്ട. നമ്മൾ സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. കണ്ണടച്ചല്ല നിസ്കരിക്കുക, സുജൂദിന്റെ ഭാഗത്തേക്ക് നോക്കണം. അതുപോലെ ഈ മലമൂത്ര വിസർജനം നമുക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കുക. ആദ്യം അത് പോയിട്ട് നിർവഹിക്കുക, എന്നിട്ട് നിസ്കരിക്കുക. പിന്നെ അതുപോലെ തന്നെ തുടർച്ചയായിട്ട് ഹോ ഹോ എന്ന് പറഞ്ഞിങ്ങനെ കോട്ടുവായിടുക. കോട്ടുവായിടുമ്പോൾ എന്ന് പറഞ്ഞ ശബ്ദം പുറപ്പെടുവിക്കുന്ന അത് നിസ്കാരത്തിലല്ല, ഇപ്പോഴും ചെയ്യാൻ പാടില്ല. അത് ശൈത്താൻ സന്തോഷിക്കുമെന്നാണ്. പിന്നെയോ മുകളിലേക്കും താഴേക്കും ഒന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് ഇങ്ങനെ താടിയിലേക്ക് ഇങ്ങനെ പിടിച്ച് മീശയൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ 7 ജീവികളെ പോലെ നിസ്കരിക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കാനും ചെയ്യുന്ന നിസ്കാരങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന ആ നല്ല വിഭാഗത്തിൽ പെടാനും പടച്ചവൻ നമുക്ക് തൗഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നു. അള്ളാഹു നമ്മളെ എല്ലാവരെയും സലാമത്തിലാക്കട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.